ഹലോ വെൽക്കം ബാക്ക് ടു നിലാനേരം. ഇന്ന് നമുക്കൊന്ന് കൊടൈക്കനാൽ പോയാലോ? കൊടൈക്കനാൽ ഫുള്ളായിട്ടല്ല, ഒരു മേൽപ്പള്ളം വരെ. ഞങ്ങൾ പളനി വന്നതുകൊണ്ട് ഇവിടെ നിന്നാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ലോക്കൽ രജിസ്ട്രേഷൻ ആയതുകൊണ്ട് ഈ പാസ് ചോദിച്ചില്ല. നിങ്ങൾ കേരളത്തിൽ നിന്നോ വേറെ സ്റ്റേറ്റ്സിൽ നിന്നൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ പാസ് നിർബന്ധമാണ് കേട്ടോ. ഒന്നുകിൽ ഗവൺമെൻറ് സൈറ്റിൽ നിന്ന് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഈ വരുന്ന വഴി സ്കാനേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഹെയർ പിൻ ബെൻസ് കയറുന്നതിന് തൊട്ട് മുന്നായിട്ട് ഇതുപോലൊരു കോവിലുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നും പോകുമ്പോൾ ഇവിടെ പ്രാർത്ഥിച്ച് 10 രൂപ അവിടെ ദക്ഷിണ ഇട്ടിട്ടാണ് കേട്ടോ പോവാറ്. കാരണം തിരിച്ചു വരുന്നത് വരെ കറുപ്പനസ്വാമി കാത്തുള്ളൂ എന്നുള്ളൊരു വിശ്വാസം. ഈ കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഡാമിൻ്റെ വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് ഹെയർ പിൻ ബെൻഡിലാണ് വരുന്നത്. അവിടെ ഒരു സെൽഫി സ്പോട്ടും കൂടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സെൽഫി ഒക്കെ എടുക്കണമെങ്കിൽ അവിടെ നിന്ന് എടുത്താൽ നല്ല ഡാമോട് കൂടിയുള്ള വ്യൂ കിട്ടും. പിന്നെ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയൊക്കെ നല്ല വ്യൂ ആണ്. പോകുമ്പോൾ ഒരു നല്ല ചെടി കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ ആർട്ട് DIYയിലൊക്കെ കാണുന്ന പോലത്തെ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ തിരിച്ച് വരുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ വ്യൂ പറഞ്ഞു, എന്നാൽ നമുക്കത് എടുത്തിട്ട് തന്നെ പോകാം. പിന്നെ അങ്ങോട്ടുള്ള ഫോട്ടോസും യാത്രകളും ഇത് വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ വണ്ടി നിർത്തിയിരിക്കുന്ന ഒരു നെക്സ്റ്റ് സെൽഫി അല്ലെങ്കിൽ വീഡിയോ സ്പോട്ടിലാണ് കേട്ടോ. ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ്. ഇത് 3rd ഹെയർ പിൻ ബെൻഡിനും തൊട്ട് മുന്നേ ആയിട്ടാണ് കേട്ടോ വരുന്നത്. പോകുന്ന മിക്ക ടൂറിസ്റ്റും ഇവിടെ നിർത്തി ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതും ഒരു നല്ല സ്പോട്ടായിരിക്കും. ഞങ്ങളും അവിടെ നിന്ന് ഞങ്ങൾ എപ്പോഴൊക്കെ പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇവിടെ നിന്ന് ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ്, അല്ലെങ്കിൽ ചുമ്മാ ഒന്ന് റെസ്റ്റ് ചെയ്യാനെങ്കിൽ നമ്മളിവിടെ ഇറങ്ങിയിരിക്കാറുണ്ട്. ഞങ്ങളവിടെ വണ്ടി നിർത്തിയപ്പോൾ തന്നെ കുറേ വണ്ടിയൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നമുക്ക് ഈ വ്യൂ എന്ന് പറയുന്നത് പളനീൻ്റെ മെയിനായിട്ടുള്ള പ്ലേസസ് ആണ് കേട്ടോ. ഡാം, അതുപോലെ ഞാൻ ഇത് വീഡിയോയിൽ സൂം ചെയ്യുന്നതാണ് പളനി അമ്പലം കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മുടെ ട്രാവൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പം ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടായിരിക്കും. ഇനി ഒരു സ്പോട്ട് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇവിടെയും വെള്ളമൊക്കെ വരും. അപ്പോൾ നമുക്ക് ആ വെള്ളത്തിൻ്റെ സൈഡിൽ നിന്നിട്ടൊക്കെ ഫോട്ടോസ് എടുക്കാം. ഞാനിതിന് മുന്നേ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പം ഇവിടെയൊക്കെ മഴയാണെന്ന് പറഞ്ഞാലും പണ്ട് ഞങ്ങൾ വരുമ്പം വെള്ളം ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു സ്ഥലത്തും ഇപ്രാവശ്യം വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങളൊരു മയിലിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പോകുന്ന വഴിക്ക്. ഒന്നല്ല 2 മയിലുണ്ടായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ആൺമയിലാണ്. പക്ഷെ ഇതിൻ്റെ പീലിയൊക്കെ എവിടെ പോയി എന്ന് എനിക്കറിയില്ല. എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയോ, വീഡിയോയിൽ കിട്ടുന്നതിനെക്കാട്ടി അത്രയ്ക്ക് ഭംഗിയായിരുന്നു. അതുപോലെ ഈ സ്ഥലത്തൊക്കെ കുറച്ച് വെയിലായിരുന്നു കേട്ടോ. ഓരോ ഹെയർ പിൻ ബെൻഡ് നമ്മൾ ക്രോസ് ചെയ്യാണ് കേട്ടോ തണുപ്പ് കൂടുന്നുണ്ടായിരുന്നത്. അപ്പം ഇവിടെയൊക്കെ പളനി വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് മേൽപ്പള്ളം എത്താനാവുമ്പോഴാണ് നമ്മുടെ ഈ ഒരു പൈൻ്റെ ട്രീസും ഈ ഒരു പൈൻ ഫോറസ്റ്റ് പോലെ വില്ലയിലേക്ക് പോകുന്ന പോലെ ഒരു ഫീല് വരുന്നത് കേട്ടോ. ഇതെന്ന് പറയുന്നത് ഇന്ന് എന്തോ തണുപ്പ് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞങ്ങൾ ഇതിന് മുന്നേ ഒക്കെ വരുമ്പോൾ ഇവിടെ മൊത്തം കോടമഞ്ഞ് ഇങ്ങനെ മൂടി കിടന്നിട്ടുണ്ടാവാറാണ് കേട്ടോ പതിവ്. അതോ ഞങ്ങൾ കറക്റ്റ് ഉച്ചവെയിലിൻ്റെ സമയത്ത് വന്നതുകൊണ്ടാണോന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇത് ക്രോസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് കുറച്ച് ടീ സ്റ്റോള് അങ്ങനെയൊക്കെ വരുന്നത്. ആ ഏരിയയുടെ പേരാണ് മേൽപ്പള്ളം എന്ന് പറയുന്നത് കേട്ടോ. ഞങ്ങൾ ഇന്ന് അവിടെ വരെ പോകാനാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അവിടെ പോയി ഒരു ചായയും മാഗിയും കൂടെ കഴിച്ച് തിരിച്ചു വരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ഉള്ള പ്ലാൻ. ഇതാണ് കേട്ടോ ആ സ്ഥലം. അപ്പോൾ ഞങ്ങൾ താഴ്ന്ന് കയറിയ ഇവിടെ വന്നിട്ടാണ് എന്തെങ്കിലുമൊക്കെ കഴിക്കുകയോ കുടിക്കുകയോ ഒക്കെ ചെയ്യാറ്. ഇവിടെ എത്തുമ്പോൾ നല്ല തണുപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. അതുപോലെ ഇവിടെ നിന്നൊക്കെ നല്ല ചൂടായിട്ടുള്ള ടീ സ്നാക്സൊക്കെ കിട്ടും കേട്ടോ. ഞങ്ങൾ ഈ കടയിൽ എന്നും കയറി ടീ കുടിക്കാറ് കേട്ടോ. ടീ അതുപോലെ മാഗിയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇന്ന് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. ഞങ്ങൾ കയ്യിൽ കാശ് എടുത്തിട്ട് വന്നിട്ടുണ്ടായില്ലായിരുന്നു. ഈ കടയിലാണെങ്കിൽ ഗൂഗിൾ പേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ കാണിക്കുന്ന ഈ ബസ് ഉണ്ടല്ലോ, ഇത് പളനിയിൽ നിന്ന് ഡയറക്റ്റ് കൊടൈക്കനാലിലേക്കുള്ള ബസ്സാണ് കേട്ടോ. നിങ്ങൾ ഇൻ കേസ് ബസ്സിൽ വരണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ബസ്സും അവൈലബിൾ ആണ്. അങ്ങനെ ഓപ്പോസിറ്റ് കടയിൽ ഗൂഗിൾ പേ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ കടയിൽ വരുന്നത്. പക്ഷേ ഞങ്ങളുടെ എപ്പോഴും അവിടെ നിർത്തുന്നതുകൊണ്ട് അവിടെ ആയിരുന്നു ഭയങ്കര ടേസ്റ്റ് എന്ന് ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ഇവിടെ നിന്ന് കഴിച്ചപ്പോഴേക്കും ഇവിടെയും നല്ല അടിപൊളി എഗ് ഓംലേറ്റും അതുപോലെ തന്നെ നല്ല മാഗിയും ഉണ്ടായിരുന്നു. ഇവിടെ മാഗിക്കും ബ്രെഡ് ഓംലേറ്റിനും കൂടെ ആവുന്നത് 120 റുപ്പീസാണ് കേട്ടോ. ഇവിടെ ഈ അടിക്കുന്ന തണുപ്പിൽ നമ്മൾ ഈ ചൂടോടെ ഇത് കഴിക്കുമ്പോൾ നമുക്കതിൻ്റെ ചൂട് ഒട്ടും തന്നെ ഫീൽ ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇതിൽ നല്ല ചൂടുണ്ട്. ഞാനിത് വായിൽ വെച്ചാൽ എനിക്ക് ഒട്ടും അതിൻ്റെ ചൂട് എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഞങ്ങൾ ലൈം ടീയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പുതിനയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ഒരു ഫ്ലേവർ ആയിട്ടുള്ളൊരു ടീ. അതുപോലെ ഈ ചേച്ചീൻ്റെ നല്ല സ്വഭാവമായിരുന്നു കേട്ടോ. നിങ്ങൾ ഇതിലേ പോവുകയാണെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് കഴിച്ചു നോക്കിക്കോളൂ, നല്ല ടേസ്റ്റ് ഉണ്ടാവും, നിങ്ങൾക്ക് അത് തന്നെ ഫീൽ ചെയ്യും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതുപോലെ പിന്നെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് കടയിൽ നല്ല പ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഫ്രൂട്ട്സിനൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണെന്ന് കേട്ടോ വിവി പറഞ്ഞത്. അങ്ങനെ അവർ നമ്മൾ വാങ്ങിക്കുമ്പോൾ ടേസ്റ്റ് നോക്കാൻ തരുകയും ചെയ്യും, പുളിപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് പ്ലമ്മിന് ഇവിടെ
അവിടെ കിലോ 300 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ ലിച്ചി ആണെങ്കിൽ കിലോ 600 രൂപയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ലിച്ചിയും കുറച്ച് പ്ലമ്മും കൂടെ വാങ്ങിച്ചിട്ട് നേരെ താഴോട്ടേക്ക് ഇറങ്ങുവാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. തിരിച്ച് വരുമ്പം അവിടെ റോഡിലൊക്കെ നല്ല വ്യൂ ഉണ്ടായതുകൊണ്ട് ഞാനും വിവിയും കൂടെ കുറച്ച് വീഡിയോയും ഫോട്ടോസൊക്കെ അവിടെ നിന്നും കൂടെ എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.